ക്രിസ്തുമത ഗ്രന്ഥപ്രകാരം ദൈവത്തിന്റെ രൂപം എങ്ങനെയുള്ളതാണെന്ന് ആ ഗ്രന്ഥം പഠിച്ചു കഴിയുമ്പോൾ പല വചനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ പറഞ്ഞ വചനങ്ങളുടെ റെഫറൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അനാദ്യാനന്ദ നിത്യനായി എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാതെ സദാ ആനന്ദമുള്ള എറ്റേണൽ ആയിട്ടുള്ള നിത്യനായിട്ടുള്ള സർവ്വവ്യാപിയായിട്ട് സർവശക്തനായിട്ട് സർവ്വസ്വതന്ത്രനായിട്ട് രൂപമില്ലാതെ അവികാരിയായിട്ട് അതായത് വികാരമില്ലാത്ത അവസ്ഥയിലുള്ളത് സത്യം ജ്ഞാനം അടക്കം നന്മ മേന്മ നിറവ് കൃപ തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയതാണ് ബൈബിളിലെ ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതില് പിതാവിന് യഹോവ എന്നും പുത്രന് യേശുവ അഥവാ യേശു അല്ലെങ്കിൽ ക്രിസ്തു എന്നും പവിത്രാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയും നാമങ്ങളുണ്ട്. ഇതില് ഈ പറഞ്ഞ 3 പേരും ഒന്ന് തന്നെയാണെന്ന് ചില ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട്. അത് ശുദ്ധ കള്ളത്തരമെന്ന് ഈ വീഡിയോന്റെ 2ാം ഭാഗത്തില് നിങ്ങൾക്ക് മനസ്സിലാകും. മുന്നേ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഈ ദൈവത്തിനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. കൃത്യനിമിത്തം യഹോവ ശൂന്യതയിൽ നിന്നാണ് പ്രപഞ്ചോൽപ്പത്തി നടത്തിയതെന്നാണ് പറയുന്നത്. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയത്തില്ല, എങ്കിലും അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രധാന ചോദ്യം യഹോവ എന്തിനാണ് പ്രപഞ്ച സൃഷ്ടി നടത്തിയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ളതാണ്. മണ്ടന്മാര് പോലും പ്രയോജനമില്ലാതെ ഒന്നും തന്നെ ചെയ്യുകയില്ലല്ലോ. അപ്പോ ഒരു കാരണം വേണം. ആ കാരണം അന്വേഷിച്ച് ബൈബിള് തിരയുമ്പോൾ നമുക്കൊരു വചനം കിട്ടും. യെശയ്യാ 43-ാം അധ്യായം 7-ാം വാക്യം. എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ചു നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക. അപ്പോൾ യഹോവയുടെ മഹിമ പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടി നടത്തിയെന്ന് സ്പഷ്ടമാണ്. ഇവിടെ സൃഷ്ടിക്ക് മുന്നേ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ സൃഷ്ടിച്ചത് യഹോവ തന്നെ ആയതുകൊണ്ട് സൃഷ്ടിയുടെ സർവ്വദോഷവും ഗുണവും എല്ലാത്തിനും ഉത്തരവാദി യഹോവ തന്നെയാണ്. അങ്ങനെ തിരിച്ചറിവില്ലാതെ 2 പേരെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുത്തുകയാണ് ഏദൻ തോട്ടത്തില്. എന്നിട്ട് ഒരു ചെടി, നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ചെടി അത് കൊണ്ടുവയ്ക്കാൻ ഒരു ആവശ്യവുമില്ലാതെ, എന്നിട്ട് അതില് കനി ഭക്ഷിക്കരുതെന്ന് ഒരു കൽപ്പനയും കൊടുക്കുന്നു. ചില ക്രിസ്ത്യാനികൾ പറയും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്ന വൃക്ഷത്തിന്റെ കനി കഴിക്കരുത് എന്ന് ദൈവം പറഞ്ഞതല്ലേ, എന്നിട്ടും ലംഘിച്ചില്ലേ, അപ്പോൾ അവര് തിന്മ ചെയ്തു എന്ന്. ഇവിടെ തിന്മ എന്തെന്ന് അറിയാത്ത ഒരുവനോട് തിന്മയെപ്പറ്റി പറഞ്ഞാൽ അവന് എന്തുവാ മനസ്സിലാവുക? അപ്പോൾ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവന് നന്മയാണോ തിന്മയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഭക്ഷിച്ച ശേഷം മാത്രമാണ് അവന് തിന്മയാണെന്ന് മനസ്സിലാകുന്നത്. ഈ സംശയം എന്നുള്ളത് അറിവുകേട് അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്കൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം അതിന്റെ സൊല്യൂഷനും കറക്റ്റ് ആയിട്ട് അറിയാം, അതിന്റെ സ്റ്റെപ്പ് എല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേറൊരാൾ വന്നിട്ട് തെറ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വഴി ഒരിക്കലും പോകില്ല. കാരണം നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് അറിയാം, നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇവിടെ യഹോവയൻ സൃഷ്ടിക്ക്, യഹോവ ഉണ്ടാക്കിയ സൃഷ്ടിക്ക് വിവരവും വിവേകവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാന്ന് വിചാരിക്കുക. ഈ ഹാക്ക് ചെയ്യപ്പെടണമെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ പ്രോഗ്രാമറിന്റെ കഴിവുകേടാണ്. അവർക്ക് കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് കഴിയാത്ത കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതുപോലെ ആദവും ഹവ്വയെയും പിശാച് ചതിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹോവയുടെ കഴിവുകേടാണ്. ഇനി മഹത്വം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചെന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരുന്നുണ്ട് അവിടെ. യഹോവയുടെ മഹിമ മുന്നാലെ പ്രകാശിച്ചിരുന്നില്ലേ? ഇല്ലെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അഥവാ പ്രകാശിച്ചിരുന്നുവെങ്കിൽ പിന്നെയും മഹിമ പ്രകാശിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടികർമ്മം നടത്തിയെങ്കിൽ അതൊരു നിഷ്ക്രിയ പ്രവൃത്തിയല്ലേ? ഇനി ഈ പറഞ്ഞ സൃഷ്ടികളിലേക്ക് മഹിമ പ്രകാശിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ യഹോവ നിമിത്തമാണ് ഇതെല്ലാം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇത് ഒരു വിരോധാഭാസം എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി മനുഷ്യരിലേക്ക് മഹിമ പ്രകാശിപ്പിക്കുന്നതിനാണ് സൃഷ്ടി നടത്തിയിരുന്നത്, അല്ലെങ്കിൽ മനുഷ്യരാല് മഹിമ പ്രകാശിപ്പിക്കാനാണെങ്കിൽ, മനുഷ്യരാല് മഹിമ പ്രകാശിപ്പിക്കാനാണെങ്കിൽ മുന്നാലെ, അതായത് സൃഷ്ടിക്ക് മുന്നാലെ മഹിമ ഉണ്ടായിരുന്നില്ല, കാരണം മനുഷ്യരും ഉണ്ടായിരുന്നില്ല. ഇനി സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യരാലാണ് മഹിമ പ്രകാശിപ്പിക്കാനെങ്കിൽ
യഹോവയ്ക്ക് മഹിമ ഉണ്ടായിരുന്നില്ല, അത് മനുഷ്യരായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനെ ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ബൈബിൾ പഴയ നിയമത്തിൽ കാണുന്നത്. അതായത് തന്നെ ആരാധിച്ച്, തന്നെ പുകഴ്ത്തി, തന്റെ വഴിക്ക് വരാത്ത എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയും കൊന്നും കൊല വിളിച്ചും ദണ്ഡിപ്പിച്ചും തീവ്രവാദം എന്നുള്ളൊരു നിലപാട്. ഈ തീവ്രവാദം എങ്ങനെ ഉണ്ടായെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ പഴയ നിയമം വായിച്ചാൽ മതിയാവും. അപ്പോ തീവ്രവാദത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരിക്കും കുറച്ചും കൂടി ഉചിതം. സൃഷ്ടികളുടെ മൊത്തം പിതാവ് എന്ന് പറയുന്നതിനേക്കാൾ ഭേദം തീവ്രവാദത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോവ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം. അങ്ങനെ മഹിമയില്ലായ്മ എന്നൊരു കുറവുണ്ടായിരുന്നു. ആ കുറവ് ഒരു വലിയ കുറവ് തന്നെയാണെന്ന് വ്യാകുലപ്പെട്ടിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചതിനാല് അദ്ദേഹത്തിന് പരമാനന്ദമില്ലാത്തവനായിരുന്നു എന്ന് തീർച്ചയാണ്. അങ്ങനെ ആ ആനന്ദപ്രാപ്തിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കാൻ തുടങ്ങിയതിനാല് സുഖം കൊണ്ട് ഉണ്ടായ കാമവും ദുഃഖം കൊണ്ടുണ്ടായ ക്രോധവും ഇവ രണ്ടും കൊണ്ടുണ്ടായ മോഹവും നികത്താനായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഉപായം അദ്ദേഹത്തിന് അറിഞ്ഞിരുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർവജ്ഞാനം ഇല്ല എന്നും പൂർണ്ണ സൃഷ്ടി അല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ പൂർണ്ണ സൃഷ്ടി അല്ലാത്തതിനാല് അനാദി കർത്തൃത്വം ഇല്ലാത്തവനെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ പറഞ്ഞ യഹോവ ഈ പറഞ്ഞ കുറവുകളൊന്നും ഇല്ലാത്ത മറ്റേതോ ദൈവത്തിൽ നിന്നും സമ്പാദിച്ച കഴിവുകളാണ് ഇതൊക്കെയെന്ന് സാരം. പിന്നെ മോഹം, ദുഃഖം, ക്രോധം, വ്യാകുലത ഒക്കെ ഉള്ള കാര്യം കൊണ്ട് അവികാരി എന്ന് പറഞ്ഞ ഒരു പദം യഹോവയ്ക്ക് ഒരിക്കലും ചേരുകയില്ല. അങ്ങനെ നോക്കുമ്പോൾ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ജീവജാലങ്ങളെ ഉണ്ടാക്കി അവയ്ക്ക് നിത്യദുഃഖവും ദുരിതവും കൊടുത്തുകൊണ്ട് യഹോവ ന്യായമില്ലാത്തവനും കൃപയില്ലാത്തവനും നന്മയില്ലാത്തവനും ആയിത്തീരുന്നു. എന്ന് മാത്രമല്ല, തന്നെ അറിയുന്നവരാരെല്ലാം എന്ന് അറിയാനുള്ള കഴിവില്ലാതെ അവരെ ഭൂമിയിലിരുത്തി പരീക്ഷിച്ച് മാത്രം അറിയുന്നവനാലായതിനാല് അദ്ദേഹത്തിന് സർവജ്ഞാനമില്ല എന്നും കൂടി നമുക്ക് പറയേണ്ടി വരും. ഇതുകൊണ്ടൊന്നും കഴിയുന്നില്ല. പാപമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിയാത്തതിനാല് പൂർണ്ണ ജ്ഞാനമില്ലാത്തവനെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അത് തടുക്കാത്തതുകൊണ്ട് പരിപൂർണ ശക്തിയില്ല എന്നും കൂടി തെളിയുന്നു. ഇപ്രകാരം കാമം, ക്രോധം, ആദിജ്ഞാനം, ആദികൃത്യം, പരതന്ത്രത, വ്യാകുലത, കുറവ്, വികാരത്വം, അന്യായം, അവ്യാപകത്വം, അതികഠിനത, ദുഷ്ടത, സർവജ്ഞാനമില്ലായ്മ, സർവശക്തിയില്ലായ്മ എന്നീ വേണ്ട ദോഷങ്ങളെല്ലാം യഹോവയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈശ്വരത്വം എന്ന അവസ്ഥ യഹോവയ്ക്ക് ചേർന്നതല്ല. കുറച്ച് ചേരുന്ന വാക്ക് പാപിഷ്ടൻ എന്നാണ്. അത് നിങ്ങൾ പഴയ നിയമം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം അഹന്ത, കർമ്മം, മായ എന്നീ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോ യഹോവ പരതന്ത്രനാകുന്നു. അദ്ദേഹം അനാദി നിത്യനാണെന്ന് പറഞ്ഞ ആരമുണ്ട് അനാദിയായിട്ട് ഈ ദോഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അപ്പോ അനാദിയായിട്ട് അദ്ദേഹം പരതന്ത്രനാണ് എന്ന് പറഞ്ഞേ തീരുള്ളൂ. അങ്ങനെ ശൈവ സിദ്ധാന്ത പ്രകാരം പറയുകയാണെങ്കിൽ പൂർവകാല കർമാനുസരണമായി നിർമ്മിക്കപ്പെട്ട മായയായ ശരീരവും കാരണത്തെയും എടുത്ത് അല്പജ്ഞാനവും അല്പകൃത്യവും ചെയ്ത് അവസാനം മരിച്ചു പോകുന്ന ഒരു പശുവായി മാത്രം തീരുന്നു യഹോവ. സൃഷ്ടിക്ക് പിൽക്കാലത്തും പല വിധത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ മറുപടി യഹോവയില് ഒരു അനാദി സിദ്ധ സങ്കല്പം ഉണ്ടെന്നാണ്. അതായത് പറയുകയാണെങ്കിൽ യഹോവ ഓരോരോ കാലത്ത് ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിൽ സൃഷ്ടി നടത്തും. അത്തരത്തിലുള്ള ഒരു സങ്കല്പം അനാദിയായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഈ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ അനാദി സിദ്ധ സങ്കല്പം എന്ന് പറഞ്ഞാല് സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് സൃഷ്ടി എപ്രകാരമായിരിക്കണമെന്നും ഭാവിയിൽ എങ്ങനെ വേണോ എന്നുള്ള ഒരു സങ്കല്പം എന്നാണ് പറയുക. ഇത്തരം വാദഗതികളെ അംഗീകരിക്കാനുള്ള ഒരു വരികളും ബൈബിളിലില്ല. ഇത് ശുദ്ധ കളവാണ്. അനാദിസിദ്ധ സങ്കല്പപ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന് ജീവജാലങ്ങളുടെ ഭാവി അറിയാൻ കഴിയണമല്ലോ. അങ്ങനെ വരുമ്പോൾ അവയുടെ മുക്തി എന്ന് പറയുന്നത് പുണ്യഭാവങ്ങളെ ആശ്രയിച്ചായിരിക്കത്തില്ല. നിങ്ങളിപ്പോ പുണ്യം ചെയ്താലും പാപം ചെയ്താലും ഭാവി അറിയാം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അപ്പോ സ്വാഭാവികമായിട്ടും മനുഷ്യനും ഒരു വിശ്വാസത്തെയും പ്രയത്നത്തെയും കൈക്കൊള്ളേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോ ബൈബിള് വെറുതെ ഉള്ളതാണെന്നും അത് കൽപ്പിച്ച യഹോവ അറിവില്ലാത്തവനാണെന്നും വന്നുപോകും. സകല മതസ്ഥരും അവരുടെ മതഗ്രന്ഥങ്ങളെയാണ് ദൈവവാക്യം എന്ന് പറയുന്നത്. ആ സ്ഥിതിക്ക് അതിലെ തെറ്റുകള് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോ
ദൈവത്തിന്റെ വചനങ്ങൾ അല്പജ്ഞാനികളായ മനുഷ്യരുടെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ന്യായം പറയുകയാണെങ്കിൽ ലോകത്തിൽ ക്രിസ്തുമതം ഒന്നു മാത്രം ശരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇത് എല്ലാ മതഗ്രന്ഥങ്ങൾക്കും ബാധകമാണ്. അപ്പോ അങ്ങനെ വരുമ്പോ എല്ലാ മതഗ്രന്ഥങ്ങളും ശരിയാകും. ഒരു ക്രിസ്ത്യാനിക്കും മറ്റു മതഗ്രന്ഥങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു യോഗ്യതയുമില്ല. കാരണം ദൈവത്തിന് മാത്രമേ എല്ലാത്തിനും ആൻസർ പറയാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി പറഞ്ഞോളും. സകല മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങളെയാണ് ദൈവവാക്യം എന്ന് പറയുന്നത്. ആ സ്ഥിതിക്ക് അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ അല്പജ്ഞാനികളായ മനുഷ്യരുടെ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ക്രിസ്തുമതക്കാർക്ക് ക്രിസ്തുമതം മാത്രമേ ലോകത്തിൽ ശരിയുള്ളൂ എന്ന് പറയാനായിട്ടുള്ള യാതൊരു യോഗ്യതയുമില്ല. ഈ പറഞ്ഞ വാക്ക് എല്ലാ മതത്തിന്റെ ഗ്രന്ഥങ്ങൾക്കും ബാധകമാണ്. അതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരാൾക്കും അവകാശമില്ല. കാരണം അത് മനുഷ്യരായ ക്രിസ്ത്യാനികൾക്കും അവരുടെ യുക്തിക്കും നിരക്കുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്കും മറ്റു മതഗ്രന്ഥങ്ങളെയോ മതങ്ങളെയോ ചോദ്യം ചെയ്യാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഉപദാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാകാനായിട്ട് അതിന് ആധാരമായിരിക്കുന്നതിനാണ് ഉപദാനം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വസ്ത്രമുണ്ടാക്കാൻ നൂല് ഉപയോഗിക്കുന്ന പോലെ നൂലാണ് വസ്ത്രത്തിന്റെ ഉപദാനം. യഹോവ സൃഷ്ടി നടത്തിയത് ശൂന്യതയിൽ നിന്നാണെന്ന് പറയുന്നു. കാരണം കാരകങ്ങളാൽ കാര്യമായി മാറും എന്നാണ് പറയുക. അങ്ങനെ അടിസ്ഥാനമായിട്ടുള്ള കാരണമില്ലാതെ കാര്യം ജനിക്കുകയില്ല. ഭാരതീയ സംസ്കാര പ്രകാരം നമ്മൾ പഠിക്കുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതായത് അത് പൂർണ്ണമാണ് എന്നും ഇതും പൂർണ്ണമാണ്, പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന എന്തും പൂർണ്ണമാണ്. ആ പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പൂർണ്ണത തന്നെ അവശേഷിക്കും. അതായത് ബ്രഹ്മം പൂർണ്ണമാണെന്നും ബ്രഹ്മത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാം പൂർണ്ണമാണെന്നും ആ പൂർണ്ണമായ ബ്രഹ്മത്തെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും പൂർണ്ണമായ ബ്രഹ്മം തന്നെ അവിടെ അവശേഷിക്കും എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഒരു അവലാതി അവിടെ ചോദ്യം ഉദിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുമതത്തിൽ കുറെ ശൂന്യതയിൽ നിന്നുണ്ടാക്കുന്നു, കുറെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുണ്ടാക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാവുന്ന ഒരു ശാസ്ത്രീയ തത്വമാണ് എനർജി ഈസ് കൺവെർട്ടഡ് ടു മാറ്റർ. അപ്പോ ഈ മതത്തിൽ ദൈവം വേറെയാണ്, സൃഷ്ടി വേറെയാണ്. ദൈവം ദൈവത്തിന്റെ എനർജി ഉപയോഗിച്ച് സൃഷ്ടി ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായിട്ടും ലക്ഷോപലക്ഷം കണക്കിന് വർഷങ്ങൾ കഴിയുന്തോറും ദൈവത്തിന്റെ എനർജി ലെവല് കുറഞ്ഞു വരും. ദൈവത്തിന്റെ എനർജി ലെവല് കുറഞ്ഞ് ഏറ്റവും അവസാനം ദൈവം ശോഷിച്ച് എനർജി ഇല്ലാത്ത അവസ്ഥയിലെത്തി വീണ്ടും ദൈവമെന്ന ഒരു വസ്തുത നശിച്ചു പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോ മറ്റൊരു മറുചോദ്യം, ഇനി കുറെ വസ്തുക്കൾ നശിക്കുന്നുണ്ടല്ലോ, അപ്പോ നശിക്കുന്നവയുടെ എനർജി വീണ്ടും ഈശ്വരനിൽ വന്നു ചേരുമോ എന്നുള്ളതാണ്. ബൈബിൾ പ്രകാരം അതും ശരിയല്ല. ജീവൻ ഉള്ളതായിക്കോട്ടെ ജീവൻ ഇല്ലാതായിക്കോട്ടെ ദൈവം വൺ ഡയറക്ഷൻ, ഒരു ഏകദിശ പ്രവർത്തനം മാത്രമേ നടത്തുന്നുള്ളൂ. ഒന്നും തിരിച്ച് എടുക്കുന്ന ഒരു സംഭവമേ അവിടെ ഉദിക്കുന്നില്ല. ഈവൻ ഒരു മരിച്ച വ്യക്തിയാണ്, അവരുടെ സോളാണ് ചെല്ലുന്നത് എങ്കിൽ പോലും ആത്മാവ് ചെല്ലുമ്പോ അവയെ തരംതിരിച്ച് സ്വർഗത്തിൽ നരകത്തിൽ അങ്ങനെ മാറ്റിയിരുത്തുന്നതല്ലാതെ അദ്ദേഹത്തിന് എപ്പോഴും ഒരു വേർതിരിഞ്ഞ് മറ്റൊരു വ്യക്തിയായിട്ട് നിൽക്കാനായിട്ടാണ് അവിടെ ആഗ്രഹിക്കുന്നത്. ഒരു കുശവൻ കുടമുണ്ടാക്കാൻ പോകുമ്പോൾ മണ്ണ് എങ്ങനെ വേണം, കുടം എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നല്ല അറിവുണ്ടാകും. അതുപോലെ ഈശ്വരൻ സൃഷ്ടി നടത്തുമ്പോൾ എന്ത് സൃഷ്ടിക്കണം, എങ്ങനെയായിരിക്കണം ആ സൃഷ്ടി എന്നെല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവും. എന്നാൽ
ബൈബിളിൽ യഹോവയ്ക്ക് ഭാവിയിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് വചനങ്ങൾ കാണിക്കുന്നത്. ഒരു നെയ്ത്തുകാരൻ കാര്യമില്ലാതെ തുണി നെയ്യുകയില്ലല്ലോ. അതുപോലെ ഈശ്വരനും കാര്യമില്ലാതെ ഒരു സൃഷ്ടിയും ഉണ്ടാക്കുകയില്ല. അപ്പോൾ കാര്യമുണ്ടെങ്കിൽ കാരകമുണ്ട്, കാരകമുണ്ടെങ്കിലോ കാരണവുമുണ്ട്. ഇനി ദൈവം സർവസാമർത്ഥ്യം ഉപയോഗിച്ച് കാരണമില്ലാതെ കാര്യത്തെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, സർവസാമർത്ഥ്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തടവ് കൂടാതെ നടത്തുന്ന ശക്തിയാണ്. അതിന്റെ അർത്ഥം ശരിയായതിനെ അല്ലാതെ ശരിയല്ലാത്തതിനെ ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് സർവസാമർത്ഥ്യം ഉണ്ട് എങ്കിൽ ദൈവം തനിക്ക് തുല്യനായിട്ട് മറ്റൊരു അനാദി ദൈവത്തെ ഉണ്ടാക്കുകയും തന്നെ ഇല്ലാതാക്കി കളയുകയും ചെയ്യണ്ടേ? അതിനുള്ള കഴിവില്ലല്ലോ. അപ്പോൾ അസമർത്ഥൻ എന്ന് വരികയും ചെയ്യും. ഇനി സ്വതന്ത്രമുള്ളവനായതിനാൽ സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തെ നിർമ്മിച്ചു എന്ന് വാദിക്കുകയാണെങ്കിൽ അതും ചേരുകയില്ല. സ്വതന്ത്രമുള്ളതുകൊണ്ട് ന്യായത്തെ അല്ലാതെ അന്യായത്തെ നോക്കി ചെയ്യുക ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജീവജാലങ്ങളുടെ പാപപുണ്യങ്ങളെ നോക്കാതെ അവർക്ക് ദുഃഖവും സന്തോഷവും എല്ലാം കൊടുക്കും. എന്ന് മാത്രമല്ല, സ്ഥലകാലദേശം നോക്കാതെ വെള്ളത്തിനെ ഭൂമിയാക്കി മാറ്റും, ഭൂമിയെ വെള്ളമാക്കി മാറ്റും, അഗ്നിയെ രസമുള്ളതാക്കി മാറ്റും, വായുവിനെ രൂപമുള്ളതാക്കി മാറ്റും. അങ്ങനെയൊക്കെ ചെയ്യുകയല്ലോ. പക്ഷെ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതനവും അചേതനവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ന്യായപ്രകാരം കാര്യകാരണങ്ങളനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യഹോവയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായ മറ്റൊന്നിനെ സൃഷ്ടിക്കുന്ന ഒരു ശക്തിയാണ്. അല്ലാതെ പാപപുണ്യങ്ങളെ നോക്കാതെ തോന്നിയ പോലെ സൃഷ്ടിക്കുന്നതല്ല. ഒരു രാജാവ് നികുതി ചുമത്തി ഖജനാവ് നിറയ്ക്കുന്നതിന് പകരം ദാനം ചെയ്യുന്നവനാണെങ്കിലും രാജാവിന്റെ സ്വാതന്ത്ര്യത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അപ്പോ ഉപദാന കാരണത്തെക്കുറിച്ച് വിചാരിച്ചാൽ പോലും യഹോവയ്ക്ക് ദൈവലക്ഷണമില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ആദി സൃഷ്ടി. ക്രിസ്തുമതത്തിലെ ആദി സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് യഹോവയുടെ പ്രവൃത്തികളെപ്പറ്റി അത്ഭുതം തോന്നും, ചിലപ്പോ തമാശ തോന്നും, ചിലപ്പോ നമുക്ക് തന്നെ വളരെ പരിതാപകരമായിട്ട് തോന്നും. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അങ്ങനെ ആദ്യ സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ചോദ്യം, യഹോവ ആദിമ മനുഷ്യനെ വിവേകമില്ലാതെ സൃഷ്ടിച്ചത് എന്തിനാണെന്നാണ്. അവർക്ക് വിവേകമുണ്ടായിരുന്നെങ്കിൽ വിലക്കപ്പെടുന്നതാണ് തിന്മ, അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നന്മ എന്ന് തിരിച്ചറിയേണ്ട ഒരു കഴിവ് അവർക്കുണ്ടായേനെ. ആ കഴിവില്ലാത്ത കാര്യം കൊണ്ടാണ് അവർ ആ നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന കനിയെ ഭക്ഷിച്ചത്. ഇനി കനി ഭക്ഷിച്ച ശേഷമുണ്ടായ ഗുണദോഷജ്ഞാനം അവർക്ക് മുന്നേ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, യഹോവ സൃഷ്ടിച്ച ആദിമ മനുഷ്യർക്ക് വിവേകമുണ്ടായിരുന്നില്ല എന്നുള്ളത്. യഹോവ അവരെ ഇരുത്തിയ തോട്ടത്തിൽ ഇപ്രകാരം യാതൊരു ഉപയോഗവുമില്ലാത്ത ഒരു വൃക്ഷത്തെ ഉണ്ടാക്കി വെച്ചത് എന്തിനു വേണ്ടിയാ? കാണാൻ ഭംഗിയുണ്ടെന്ന് വെച്ച് ഒരു പിതാവ് വിഷക്കനി കൊണ്ടെന്ന് വിവേകമില്ലാത്ത കുട്ടികളുള്ള വീട്ടിൽ വയ്ക്കുകയും അവരോട് അത് കഴിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനുശേഷം ആ കുട്ടികൾ ആ കനി ഭക്ഷിച്ചാൽ അതിന്റെ കുറ്റം പിതാവിന്റെ തലയിലിരിക്കുമോ അതോ കുട്ടികളുടെ തലയിലിരിക്കുമോ? അപ്രകാരം തന്നെ ആദിമ മനുഷ്യൻ, വിവേകമില്ലാത്ത ആദിമ മനുഷ്യൻ എന്ന് വേണം കറക്റ്റായിട്ട് പറയാൻ, വിവേകമില്ലാത്ത ആദിമ മനുഷ്യൻ ചെയ്ത പാപം അവരുടെ തലയിൽ ഇരിക്കത്തില്ല, പകരം യഹോവയുടെ മേൽ തന്നെ ഇരിക്കൂ. പിന്നെ ദൈവം പറഞ്ഞ പ്രകാരം വിലക്കിയ പഴത്തെ കഴിച്ച ആളിന് അന്ന് തന്നെ മരണശിക്ഷ കൊടുക്കേണ്ടതാണ്. അങ്ങനെ ശിക്ഷ കൊടുക്കാതെ വിട്ടുകളഞ്ഞത് നീതിയായ പ്രവൃത്തിയല്ല. അതിനെ നിങ്ങൾ കൃപ എന്ന് പറഞ്ഞ്
ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സർവജ്ഞനായ യഹോവ പിന്നീട് വരാൻ പോകുന്ന ഭാവി കാര്യങ്ങളും ഭാവി പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. മേലിലും ആ കനി ഭക്ഷിച്ചാൽ ഗുണദോഷജ്ഞാനം ഉണ്ടാവുമല്ലോ. ആ സ്ഥിതിക്ക് ആ വൃക്ഷത്തെ അവിടെ വെക്കരുതായിരുന്നു. അതിനെ വിലക്കിയത് തന്നെ വഞ്ചനയാണ്. എന്നാൽ നിങ്ങൾ പറയുകയാണ്, ആ കനിക്ക് സ്വയം ഗുണദോഷ ജ്ഞാനം അറിയിക്കാനുള്ള യാതൊരു ശക്തിയുമില്ല. യഹോവ വിധിച്ചത് നന്മ എന്നും അതിന് വിരോധമായിട്ട് ചെയ്യുന്നത് തിന്മ എന്നും ഉപമിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു വൃക്ഷത്തെ വെച്ചത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള ഒരു വചനങ്ങളും ബൈബിളിലില്ല. കനി ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നുകൂടി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ വാദം തീരെ ചേരുകയുമില്ല. അതും പോട്ടെ, വൃക്ഷത്തെ അവിടെ വയ്ക്കുകയും കനി ഭക്ഷിക്കരുത് എന്ന് വിലക്കുകയും ചെയ്ത് ഈ വിധിയിലേക്ക്, അതായത് യഹോവയുടെ ഈ വിധിയെ മാനിച്ചാൽ അതിനെ ഗുണം അഥവാ നന്മ എന്ന് പറയുകയും അതിന് വിരോധമായിട്ട് ചെയ്യുന്നതിന് ദോഷം എന്ന് പറയുകയും ചെയ്യാൻ വേണ്ടി, അത് അറിയിക്കാൻ വേണ്ടി ഒരു മരം വഴി അറിവ് കൊടുത്തു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്രയോ നല്ല ഗുണമുള്ള കൽപ്പനകൾ കൊടുക്കാമായിരുന്നു. ഒരു ഗുണവുമില്ലാത്ത ഈ കൽപ്പന മാത്രം തെരഞ്ഞെടുത്തത് എന്തിനാ? അതല്ല, ഇനി ആദവും ഹവ്വയും ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമോ, ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ച് കളയാം, വിലക്കി നോക്കിക്കളയാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എങ്കിൽ ദൈവം സർവജ്ഞനല്ല എന്ന് വരും. ഇതെല്ലാം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിചാരം. അപ്പോൾ ദൈവം ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യഹോവ എന്ന് പറഞ്ഞ ദൈവത്തിന് യാതൊരു സർവജ്ഞാനവുമില്ല, മുൻകൂട്ടി അറിയാനുള്ള കഴിവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ദൈവം മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് കൊടുത്തിരുന്നു, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് വാദിക്കുകയാണെങ്കിൽ ഒരു പിതാവ് വിവേകമില്ലാത്ത കുട്ടികൾക്ക് സ്വാധീനതയെ കൊടുക്കുകയും ഫലമായിട്ട് അവര് ചെയ്യുന്ന ദോഷങ്ങളുടെ ഉത്തരവാദിത്വം ആരുടെ പേരിലിരിക്കും? തീർച്ചയായിട്ടും വിവേകമില്ലാത്ത കുട്ടികൾക്ക് സ്വാധീനതയെ, അതായത് തെരഞ്ഞെടുക്കാനുള്ള, അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് നീതിയായിട്ടുള്ള പ്രവൃത്തിയല്ല. അങ്ങനെ വരുന്ന കുറ്റ അല്ലെങ്കിൽ ദോഷങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ആ പിതാവിൽ മാത്രം ഇരിക്കുകയുള്ളൂ. മറ്റൊരു പ്രശ്നം, ദൈവം തന്റെ രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരെ വഞ്ചിക്കാൻ ഒരു പിശാച് തയ്യാറാകുമോ എന്നുള്ളതാണ്. പിശാച് വന്ന് ദോഷപ്പെടുത്തുമ്പോൾ ദൈവം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം സർവ്വവ്യാപിയല്ല എന്ന് വരും. അല്ല, ദൈവം സർവ്വവ്യാപി തന്നെയാണ് എന്ന് പറയുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഈ പ്രവൃത്തി കണ്ടിരിക്കും. അപ്പൊ കണ്ടിട്ടും ഒന്നും ചെയ്തില്ല എന്നാണെങ്കിൽ ദൈവം കരുണയില്ലാത്തവൻ എന്നും കൂടി വരും. ഒരു ദുഷ്ടമൃഗം വന്നിട്ട് തന്റെ കുട്ടിയെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു പിതാവ് തടയാതെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പിതാവെന്ന് പറയാൻ കഴിയുമോ? ആ സ്ഥിതിക്ക് യഹോവയെ ലോകപിതാവ് എന്ന് പറയാനായിട്ട് കഴിയുകയില്ല. ഇനി പിശാചിനെ ശിക്ഷിക്കുകയും മനുഷ്യനെ മുക്തിയിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം എന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ്, ആ ഒരു അഭിപ്രായത്തിലാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ വ്യാധിയെയും ഔഷധത്തെയും ഒരേപോലെ ഒരുമിച്ച് സമ്പാദിക്കുന്നതിന് ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതായത് ബുദ്ധികേടായിട്ടുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ട് മാത്രമേ നമുക്കിതിനെ പറയാൻ കഴിയുകയുള്ളൂ. ഇനിയും മനുഷ്യന്റെ ശുദ്ധിയെ നശിപ്പിച്ചത് പിശാചാണെന്ന് പറയുന്നു. അപ്പോൾ ഈ പിശാചുകൾ എവിടെ നിന്ന് വന്നു? എങ്ങനെ ഈ പിശാചുണ്ടായത്? മുന്നേ തന്നെ ദേവദൂതന്മാരുടെ ശുദ്ധി നശിപ്പിച്ച് അവരെ പിശാചാക്കി തീർത്തത് യഹോവയാണ്. അങ്ങനെ വരുമ്പോ ഈ യഹോവ ഒരു പിശാചല്ലേ? കാരണം ലോക സൃഷ്ടിക്ക് മുമ്പ് വേറൊരു പിശാച് ഉണ്ടായിരുന്നില്ല. ഇനി പിശാച് സർപ്പവേഷം കെട്ടി വന്നു, അതുകൊണ്ട് പിശാചിനെ ശപിക്കാതെ മുഴുവൻ സർപ്പങ്ങളെയും ശപിച്ചു.
സത്യത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പാപമുണ്ടാക്കിയ പിശാചിന് ശാപമില്ല, കാരണമായിരുന്ന വൃക്ഷത്തിന് ശാപമില്ല, ഇവയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് ശാപമില്ല. എന്തൊരു വിരോധാഭാസം! അടുത്തൊരു കൃത്യം യഹോവ ചെയ്തു വച്ചിരിക്കുന്നത്, ആദിമ മനുഷ്യൻ ചെയ്ത തെറ്റിന്റെ ശാപം മുഴുവൻ മനുഷ്യകുലത്തിനും ലഭിക്കത്തക്ക വണ്ണത്തില് ആണ് നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ പറയുന്നത്, താൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പരിതപിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി ആലോചിച്ച് യഹോവ പരിതപിക്കുകയാണ്. എന്തിനാ അങ്ങനെ പരിതപിച്ചത്? വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ട്, സ്വന്തം രൂപത്തില് മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചിട്ട് പരിതപിച്ചത് എന്തിനാ? താൻ സൃഷ്ടിച്ച മനുഷ്യൻ ശുദ്ധന്മാരായിരിക്കാതെ പാപികളായി പോയതുകൊണ്ടാണ് പരിതപിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും ന്യായം തന്നെയാണ്. പക്ഷേ അവര് പാപികളെ ആയുള്ളൂ, വേറെ യാതൊരു അന്യായവും അവര് ചെയ്തിട്ടില്ല. പക്ഷെ അവരെ സൃഷ്ടിച്ച യഹോവ സ്വയം പാപിയും പിശാചും ആയിത്തീർന്നു എന്ന് മാത്രമല്ല, തന്റെ അടിമകളായിരുന്ന മനുഷ്യരെ ദോഷപ്പെടുത്തുകയും ചെയ്തു. തന്റെ കൽപ്പനകൾ ലംഘിപ്പിച്ച് ജനിപ്പിച്ച് കഷ്ടപ്പെടുത്തി മരിക്കുന്നതിനും കൂടി ഇടയാക്കി. അങ്ങനെ ജനന മരണമില്ലാത്തവൻ എന്നുള്ള പേരിനെയും യാതൊരു അർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞു യഹോവ. ഇപ്പോ യഹോവയ്ക്ക് തന്നെ മഹാശാപങ്ങളായി തീർന്ന അവരെ സൃഷ്ടിച്ചതിനെ വിചാരിച്ച് അത്യന്തം പരിതപിക്കാനായിട്ടുള്ള ഒരു അവസരം യഹോവയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ യഹോവ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിതാപത്തിന് പകരം യഹോവ സ്വയം ചെയ്ത ഈ ദുഷ്കർമ്മങ്ങളെ പറ്റി ആലോചിച്ച് ഒന്ന് പരിതപിക്കുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. ഇനി സൃഷ്ടി തുടങ്ങിയാൽ ഇപ്രകാരമുള്ള ദോഷങ്ങളെല്ലാം സംഭവിക്കും എന്ന് മുൻകൂട്ടി യഹോവയ്ക്ക് അറിയില്ലായിരുന്നോ? അറിയാതിരുന്നാണെങ്കിൽ സർവജ്ഞാനമില്ലാത്തതാണ് യഹോവയുടെ പ്രശ്നം. അതല്ല, അറിഞ്ഞിട്ടാണ് ഇപ്രകാരമൊക്കെ ചെയ്തെങ്കിൽ കൃപയില്ലാത്തവനാണ് യഹോവ എന്നും കൂടി പറയേണ്ടി വരുന്നു. ലോകത്തില് ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന പോലെ ആകുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കൈകാര്യം ചെയ്യാനായിട്ട്, അത് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനായിട്ട് എളുപ്പമാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുകയുള്ളൂ. ദൈവം അറിയാതെ ഒരു കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. അപ്പോൾ യഹോവ അറിഞ്ഞു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. യഹോവയുടെ നിശ്ചയപ്രകാരം നടക്കുന്നത് കാരണം കൊണ്ട് ഇടയ്ക്ക് ഒന്നും തന്നെ തെറ്റിപ്പോവാനായിട്ട് സാധ്യതയില്ല. അപ്പോ ഇപ്പോഴുള്ള പാപവും ഉണ്ടാകുന്ന പാപവും ഉണ്ടാകാൻ പോകുന്ന പാപവും യഹോവയുടെ തലയിൽ തന്നെ ഇരിക്കും. അല്ലാതെ മനുഷ്യരുടെ തലയിൽ ഇരിക്കുന്നതിന് യാതൊരു ന്യായവും ഇല്ല. എല്ലാം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു എന്നതിനുള്ള വാക്യങ്ങൾ ബൈബിളിൽ തന്നെയുണ്ട്. എസഫയർ 1-ാം അധ്യായം 4-ാം വാക്യവും 1-ാം അധ്യായം 11-ാം വാക്യവും, റോമക്കാർ 8-ാം അധ്യായം 28-ാം വാക്യം, 29-ാം വാക്യം, 30-ാം വാക്യം, അപ്പോസ്തല നടത്തിപ്പുകൾ 2-ാം അധ്യായത്തിൽ 22-ാം വാക്യം, റോമക്കാർ 9-ാം അധ്യായത്തിൽ 22 മുതൽ 33 വരെ വാക്യങ്ങൾ, 2-ാം തെസലോനിയക്കാർ 2-ാം അധ്യായം 13-ാം വാക്യം. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെയാണ് യഹോവ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് തെളിയുന്നു. ആകയാൽ യഹോവ താൻ ചെയ്ത പാപത്തിലേക്ക് വേണ്ടി ആത്മാക്കളെ ദണ്ഡിപ്പിക്കുന്നത് മഹാ അന്യായമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദി സൃഷ്ടി നിരൂപണത്തിൽ ദൈവത്തിന്, അതായത് യഹോവ എന്ന ദൈവത്തിന് യാതൊരു ദൈവിക ലക്ഷണവും ഇല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ദുർഗുണം. അങ്ങനെ മുൻകഴിഞ്ഞ ചർച്ചകളിൽ നിന്നും ക്രിസ്ത്യൻ മിഷണറിമാരും പെന്തക്കോസ്ത്യൻ വിഭാഗക്കാരും യഹോവയ്ക്ക് ഇല്ലാത്ത ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കി ആണ് മതപരിവർത്തനം നടത്തിയിരുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. ഈ ഗുണങ്ങളില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനുള്ള വൈരാഗ്യം, കോപം, അസൂയ, ജീവദ്രോഹം, സ്തുതിപ്രീതി, വ്യാകുലത, ദുഷ്ടത, അസത്യം എന്നിവയെപ്പറ്റി അവര് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എല്ലാം മറച്ചുവെക്കുകയും ചെയ്തു.
എന്നാ പിന്നെ മുന്നേ പറഞ്ഞ ദുർഗുണങ്ങൾ യഹോവയ്ക്ക് ബൈബിൾ പ്രകാരം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി തരാം. നിങ്ങളെല്ലാവരും ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ഒന്ന് വായിച്ചിരിക്കേണ്ടതാണ്. അതിലെ ദുഷ്ടതയും ക്രൂരതയും കൊലപാതകവും അസത്യവും അസാൻമാർഗീയതയും എല്ലാം തന്നെ ഒരു ദൈവത്തിന് ചേർന്നതല്ല എന്ന് ബോധമുള്ള ഏതൊരുത്തനും മനസ്സിലാക്കാവുന്നതാണ്. ഞാനതിലെ ഏതാനും വരികളിവിടെ പറയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ വൈരാഗ്യമുള്ള ദൈവം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 14-ാം വാക്യം, വൈരാഗ്യമെന്ന് നാമമുള്ള യഹോവ വൈരാഗ്യമുള്ള ദൈവം. യേശുവ 24-ാം അധ്യായം 19-ാം വാക്യം, അവൻ വൈരാഗ്യമുള്ള ദൈവം. അപ്പോൾ യഹോവയ്ക്ക് വൈരാഗ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് വെറും വരികൾ മാത്രമല്ല, ഈ വൈരാഗ്യം എങ്ങനെയാണ് അദ്ദേഹം സൃഷ്ടിച്ച മനുഷ്യരിൽ അദ്ദേഹം ഉപയോഗിച്ചതെന്നും കൂടി നിങ്ങൾക്ക് ഈ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46-ാം വാക്യം, അതികോപം യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു. പുറപ്പാട് 32-ാം അധ്യായം 10-ാം വാക്യം, എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്നെ വിടുക. അപ്പോ യഹോവ എന്ന് പറഞ്ഞ ദൈവത്തിന് കോപമുണ്ടെന്നും മനസ്സിലായി. അടുത്തതായിട്ട് ഉൽപ്പത്തി 3-ാം അധ്യായം 22-ാം വാക്യവും 23-ാം വാക്യവും, യഹോവയായ ദൈവം, ഇതാ മനുഷ്യൻ ഗുണദോഷങ്ങളെ അറിയുന്നവനായി നമ്മളിൽ ഒരുവനെ പോലെയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ തന്റെ കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ കനിയും പറിച്ചു ഭക്ഷിച്ചു. സദാകാലവും ജീവിച്ചിരിക്കത്തക്കവണ്ണം ആകാതെയായി പോട്ടെ എന്ന് കൽപ്പിച്ചു അല്ലെങ്കിൽ ശപിച്ചു. എന്നിട്ട് ഏദൻ തോട്ടത്തിൽ നിന്നും അവനെ ഇറക്കി വിട്ടു. ഉൽപ്പത്തി 11-ാം അധ്യായത്തില് ജനങ്ങൾ ഉന്നതമായ ഒരു കോവിൽ കെട്ടുവാനായിട്ട്, ഒരു അമ്പലം കെട്ടുവാനായിട്ട് തുടങ്ങിയതിനെ കണ്ട് അവർ മഹാകീർത്തി അളയാൻ പോവുകയാണെന്ന് കരുതി യഹോവ അവരെ ഭിന്നിപ്പിച്ചു കളഞ്ഞു. അതിൽ നിന്നും യഹോവയ്ക്ക് അസൂയയുണ്ടെന്നും കൂടി മനസ്സിലാക്കാം. പുറപ്പാട് 12-ാം അധ്യായം 12-ാം വാക്യം, മിസ്രയീം ദേശത്തുള്ള എല്ലാ കടിഞ്ഞൂൽ കുട്ടികളെയും പാതിരാത്രിയിൽ തന്നെ കൊന്നു. ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. തന്റെ കൽപ്പനകളെ കൈക്കൊള്ളാതെ വിലക്കിക്കൊണ്ട് അവനെയും അവന്റെ സേനകളെയും തന്റെ മഹിമ പ്രകാശിക്കുന്നതിന് വേണ്ടിയിട്ട് സമുദ്രത്തിൽ മുക്കിക്കൊന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം, തന്റെ സന്നിധിയിൽ നിന്നും വന്ന അഹരോന്റെ പുത്രന്മാരെ രണ്ടുപേരെയും കൊന്നു. 1-ാം ശമൂവേൽ 25-ാം അധ്യായം 38-ാം വാക്യം, നബാൻ എന്നവനെ ദണ്ഡിപ്പിച്ചു കൊന്നു. പിന്നെ ഇസ്രായേൽ ജനങ്ങളുടെയും മറ്റു പലരുടെയും ഇടയിൽ അനേകം കലഹങ്ങളെ ഉണ്ടാക്കി, വളരെ കൊല ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജീവദ്രോഹി എന്നും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മഹിമ പ്രകാശിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു എന്നതുകൊണ്ടും എന്നെ ഒഴിച്ച് മറ്റു വേറെ ദൈവങ്ങളെ ഒന്നും തന്നെ ആരാധിച്ച് പ്രീതിപ്പെടുത്തരുത് എന്നും കൂടി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്തുതിപ്രിയനാണ് യഹോവ എന്നും കൂടി മനസ്സിലാക്കാം. സൃഷ്ടിച്ചപ്പോൾ സന്തോഷിക്കുകയും പിന്നീട് പരിതപിക്കുകയും ചെയ്തുകൊണ്ട് വ്യാകുലത ഉള്ളവനെന്നും കൂടി നമുക്ക് യഹോവയെ പറ്റി മനസ്സിലാക്കാം. പുറപ്പാട് 1-ാം അധ്യായത്തിൽ ശിപ്രായും പൂവായും ഇവർ രണ്ടുപേരും വയറ്റാട്ടികളാണ്. കള്ളം പറഞ്ഞതുകൊണ്ട് അവരെ അനുഗ്രഹിച്ചു. 1-ാം രാജാക്കന്മാർ 22-ാം അധ്യായത്തില് ഒരു ആത്മാവിനെ അയച്ചുകൊണ്ട് കള്ളം പറയിപ്പിച്ച് അഹാബ് എന്നവനെയും അവന്റെ സൈന്യത്തെയും കൊന്നുകളഞ്ഞതിനാൽ അസത്യവാനെന്നും കൂടി നമുക്ക് മനസ്സിലാക്കുന്നു. ഇസ്രായേലില് അയൽക്കാരോട് ആഭരണങ്ങൾ കടം വാങ്ങി ഒളിച്ചോടിപ്പോകത്തക്കവണ്ണം അവരെ കൊളുത്തിവിട്ടു. ശമൂവേൽ 2:12-ാം അധ്യായം, ദാവീദ് എന്നവൻ ഉറിയാവിന്റെ ഭാര്യയെ പിടിച്ചതുകൊണ്ട് ദാവീദിന്റെ സ്ത്രീകളെ അവന്റെ അയൽക്കാരോട് ശയിക്കാൻ കൽപ്പിച്ചു. ദാവീദ് എന്നവൻ കുറ്റം ചെയ്തതുകൊണ്ട് അവന്റെ സ്ത്രീകൾക്കാണ് ശിക്ഷ. അതും അയൽക്കാരുടെ കൂടെ ശയിക്കാനായിട്ട് പൊതുജനമധ്യത്തില്, അതും പട്ടാപ്പകല് ശിക്ഷ യഹോവ കൽപ്പിച്ചു. സൃഷ്ടിച്ച യഹോവ ചെയ്യേണ്ട ഉത്തമ കർമ്മം, ഉത്തമ ശിക്ഷ. ഉൽപ്പത്തി 20-ാം അധ്യായം 26-ാം അധ്യായത്തില് രണ്ട് കഥാപാത്രങ്ങളുണ്ട്, അബ്രഹാമും 26-ാം അധ്യായത്തില് ഇസഹാക്കും. ഇവർ രണ്ടുപേരും കള്ളം പറഞ്ഞതിന് അവരെ ശിക്ഷിക്കാതെ അനുഗ്രഹിച്ചു.
ഹോശയ്യ 1-ാം അധ്യായം 2-ാം വാക്യം, നീ ചെന്ന് വേശ്യാവൃത്തിയിലുള്ള ഒരു ഭാര്യയെയും വേശ്യാവൃത്തികളിലെ പൈതങ്ങളെയും എടുത്തുകൊള്ളുക എന്നിങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. യഹോവയുടെ മഹാദുഷ്ടത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബൈബിളിലെ പഴയ നിയമം മുഴുവൻ വായിച്ച് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വേറൊരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ തീവ്രവാദം എന്ന വസ്തുത എവിടെ നിന്നാണ് ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ളതെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യവും കൂടി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്, ഈ ബൈബിളിന്റെ പഴയ നിയമവും ഖുർആന്റെ ആദ്യ പകുതി ഭാഗവും എല്ലാം ഒന്ന് തന്നെയാണ്. ഇവരുടെ എല്ലാം റൂട്ട് ആദ്യത്തിൽ നിന്ന് തന്നെയാണ്. ഈ അബ്രാഹിമിന്റെ കഥയും എല്ലാം അതിൽ ഒന്ന് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. പുതിയ കുറെ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. പഴയ കാര്യങ്ങളിൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആശയങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നല്ലാതെ ബാക്കി പഴയ നിയമവും ഖുർആന്റെ പഴയ കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവരെല്ലാം ബൈബിളിൽ വിശ്വസിച്ചു കഴിഞ്ഞാലും ഖുർആനിൽ വിശ്വസിച്ചു കഴിഞ്ഞാലും ഇവരുടെയൊക്കെ ഉള്ളിലെ തീവ്രവാദം ഒരിക്കലും പോവുകയില്ല. അടുത്തതായിട്ട്, ദൈവം തന്റെ രൂപമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ കാണുന്നു. അപ്പോൾ ദൈവത്തിന് രൂപമുണ്ടോ അതോ രൂപമില്ലയോ? നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇവരുടെ ദൈവസങ്കല്പം ദൈവം അരൂപിയായ ദൈവം എന്ന് പറയുന്നത് സ്വരൂപിയാണെന്ന് അല്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കേണ്ടത് അരൂപിയായിട്ടാണ്, അതായത് രൂപമില്ലാത്ത രീതിയിലാണ്. പക്ഷെ നമുക്കും അറിയാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് രൂപമുള്ളവനായിട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും യഹോവയ്ക്കും രൂപം കാണണം. അങ്ങനെയല്ല, സ്വരൂപം എന്ന് പറഞ്ഞതിനർത്ഥം ശരീരമല്ല ആത്മാവാണ് എന്നാണ് വാദിക്കുന്നതെങ്കിൽ യഹോവ സൃഷ്ടിച്ചത് ശരീരത്തിനെയാണോ അതോ ആത്മാവിനെയാണോ അതോ രണ്ടും കൂടിയാണോ? ഇതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉൽപ്പത്തി നോക്കിയാൽ മതി. ഉൽപ്പത്തിയില് 2-ാം അധ്യായം 7-ാം വാക്യം, മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ജീവശ്വാസത്തെ മൂക്കിൽ കൂടി ഊതി ജീവാത്മാവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ യഹോവ സൃഷ്ടിക്കുന്നത് ശരീരത്തിനെയാണ്. ശരീരത്തിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു വെച്ചു, എന്നിട്ട് ജീവശ്വാസത്തെ മൂക്കിൽ കൂടി ഊതി. അപ്പോ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് ശരീരത്തെ മാത്രമാണ്. ജീവശ്വാസം എന്നത് സൃഷ്ടിച്ച വസ്തുതയല്ല, അത് യഹോവയുടെ ശ്വാസമാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് 100% ഉറപ്പിക്കാം, യഹോവ ശരീരത്തെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇനി ജ്ഞാനത്തിന്റെ വടിവിലാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. അവിടെയും ഒരു ദോഷം നമുക്ക് കാണാൻ കഴിയും. ആദിമ മനുഷ്യനെ ജ്ഞാനത്തിന്റെ രൂപത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും അവന് ജ്ഞാനം കാണും. അങ്ങനെ അവന്റെ ജ്ഞാനം പ്രകാശിച്ചിരുന്നുവെങ്കിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള കഴിവ് അവന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ സ്ത്രീ പിശാചിനാൽ വശപ്പെട്ടു പോകുമായിരുന്നു? ഒരിക്കലുമില്ല. അവള് പോയി കഴിഞ്ഞാലും അവൻ അവളുടെ വാക്കുകേട്ട് വശപ്പെട്ടു പോകുമായിരുന്നു? അതും ഇല്ലല്ലോ. അതുകൊണ്ട് സ്വരൂപമെന്നത് അറിവിലല്ല, ശരീരം തന്നെയാണ് യഹോവ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനിയും നിങ്ങൾ പറയാണ് സ്വരൂപം എന്നതിനർത്ഥം അറിവ് എന്നാണെങ്കിൽ മനുഷ്യന് കനി തിന്നതിന് മുൻപുണ്ടായിരുന്ന ജ്ഞാനമേ യഹോവയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കനി തിന്നതിന് ശേഷം മനുഷ്യനുണ്ടായ ഗുണദോഷ ജ്ഞാനം പോലും യഹോവയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അതല്ല, ഒരു വേള യഹോവയ്ക്ക് വിവരമുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ ഈ യഹോവ എപ്പോഴെങ്കിലും ഈ കനി ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഗുണദോഷ ജ്ഞാനം, നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ് യഹോവ മനുഷ്യനെ സൃഷ്ടിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് ആ ജ്ഞാനം ഇല്ല എന്ന് തീർച്ചയാകുന്നു. ഉൽപ്പത്തി 2-ാം അധ്യായത്തില് 7-ാം വാക്യം പറയും പോലെ, മണ്ണ് കുഴച്ച് ഒരു മനുഷ്യരൂപമുണ്ടാക്കിയിട്ട്
ജീവശ്വാസത്തെ മൂക്കിൽ കൂടി ഊതി അവനെ ജീവാത്മാവാക്കി. അതിനുശേഷം അവന് കൽപ്പനകൾ കൊടുത്തു. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരിക്കും യഹോവയുടെ കാര്യത്തില്: കയ്യ്, വായ്, മൂക്ക്. കാരണം കുഴച്ചാണ് അദ്ദേഹം മനുഷ്യന്റെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കിയത്. കൽപ്പന കൊടുത്തത് വായുകൊണ്ടാണ്. ജീവശ്വാസമുണ്ട് യഹോവയ്ക്ക്. അപ്പോൾ യഹോവയ്ക്ക് മൂക്കുമുണ്ട്. ഇനി ഉൽപ്പത്തി 3-ാം അധ്യായം 8-ാം വാക്യത്തില് ദൈവം വരുന്ന ശബ്ദം കേട്ട് എന്ന് പറയുന്നതിനാല് യഹോവയ്ക്ക് കാലുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. കായൻ എന്നവനും നോഹ എന്ന് പറയുന്നവനും ദൈവത്തെ കാണപ്പെട്ടു എന്ന് പറയുന്നതിനാല് രൂപം ഉണ്ട് യഹോവയ്ക്ക് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താം. ഇനി കായ്കനി ഭക്ഷിച്ച ശേഷം നഗ്നരാണെന്ന് എന്ന് അറിഞ്ഞതിനാല് ആദം ലജ്ജിച്ച് ദൈവത്തെ കാണാതെ ഒളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം അരൂപിയാണ് എങ്കില്, ദൈവം സർവവ്യാപിയാണ് എന്നുണ്ടെങ്കില് ഈ അരൂപിയായ ദൈവം എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കാണാതെ ഒളിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല ഇവിടെ. അപ്പോ ദൈവത്തെ കാണാതെ ഒളിച്ചിരുന്നു എന്ന് പറയുന്ന കാരണം കൊണ്ട് യഹോവയ്ക്ക് രൂപമുണ്ട്, യഹോവ സ്വരൂപി തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി ഉൽപ്പത്തി 3-ാം അധ്യായം 8-ാം വാക്യത്തില് പകൽ വെയിലാറിയ ശേഷം തോട്ടത്തില് യഹോവ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉച്ചക്കാലത്തെ കഠിനമായ വെയിലിനെ ഭയപ്പെട്ട് ഇളം വെയില് കൊള്ളാനായിട്ട് ആ ഇളവയിൽ സുഖത്തിന് വേണ്ടിയിട്ട് യഹോവ ലാത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ശീതോഷ്ണ സുഖ ദുഃഖാദികള് ഉള്ളവനാണ് യഹോവ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ബൈബിളിലുണ്ട്. ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ യഹോവയ്ക്ക് ദൈവലക്ഷണമില്ലെന്നും ആയതിനാല് വണങ്ങേണ്ടവൻ എന്നും മഹത്വമുള്ളവൻ എന്നും അർത്ഥമുള്ളതായി പറയുന്ന എലോഹിം എന്ന വാക്കും, സർവവല്ലഭൻ എന്നർത്ഥമുള്ള ഏലിയോൻ എന്ന വാക്കും, തന്നാൽ താനായി ജീവനുള്ളവൻ, നിത്യൻ, യഥവാൻ, ആദ്യന്തമില്ലാത്തവൻ എന്നർത്ഥമുള്ള യഹോവ എന്ന വാക്കും, എല്ലാവരുടെ മേലും ദൈവമായവൻ, സകലതിനും ന്യായാധിപതി എന്നർത്ഥമുള്ള ഷദായി എന്ന വാക്കും, ഈ വാക്കുകളെല്ലാം എബ്രായ ഭാഷയിലുള്ളതാണ്. ദൈവം എന്നർത്ഥമുള്ള തെസോയി എന്ന വാക്കും കർത്താവ് എന്നർത്ഥമുള്ള കൂരിയോസി എന്ന വാക്കും, ഇത് രണ്ടും ഗ്രീക്ക് ഭാഷയിലുള്ളവയാണ്. ഈ നാമങ്ങളൊന്നും തന്നെ യഹോവയ്ക്ക് ചേരുകയില്ലെന്ന് സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഈ പിതാവായിട്ടുള്ള യഹോവ മാത്രമല്ല, പുത്രനായിട്ടുള്ള ക്രിസ്തുവും തീരെ ദൈവലക്ഷണമില്ലാത്തവനാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ഇതിന്റെ 2ാം ഭാഗമായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഇതുവരെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.